പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ നമ്മളെ തന്നെ താഴ്ത്തിയാൽ അവർ വിളിച്ചില്ല, നമ്മൾ പോയില്ല, പക്ഷെ നീ ദൈവപൈതലാണെങ്കിൽ നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ അവർ നിന്നെ ഒഴിവാക്കി താത്തിക്കെട്ടി തള്ളിപ്പറഞ്ഞു ചവിട്ടി താഴ്ത്തി എന്നും പറഞ്ഞ് എപ്പോഴും പക, വിദ്വേഷം, ശത്രുത ഇങ്ങനെ പരിപോഷിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോഴും നിനക്ക് ദിവ്യകുർബാന സ്വീകരിക്കാൻ പറ്റത്തില്ല. കാര്യം എന്താ? നീ അശുദ്ധമായിരിക്കുകയാണ് ശരിക്കണത്. വിശുദ്ധി എന്ന് പറയണത് വിശ്വാസം അനുസരിച്ചുള്ള ജീവിത രീതിക്കാണ്. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇവിടെ ഒരു അച്ഛനോട് ചേർന്ന് ധ്യാനിക്കുമ്പോഴേ നിങ്ങൾ സന്തോഷമായി വിശ്വാസത്തോടെ കർത്താവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നതെന്നുള്ള ബോധത്തോടു കൂടി ഈശോയുടെ നാമത്തെക്കുറിച്ച് ആലോചിച്ച് മനസ്സിൽ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഈശോന്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ എന്നെ വിശുദ്ധീകരിക്കുവാനും എന്നെ ശക്തീകരിക്കുവാനും സ്വയം എളിമപ്പെടുത്തുന്ന വചനങ്ങള്, ജയത്തിന്റെ വിശ്വാസ വചനങ്ങളെ കേൾക്കുമ്പോൾ അതനുസരിച്ച് പരിശുദ്ധ അമ്മയെ പോലെ അതിൽ വിശ്വസിച്ച് അതിൽ വളരുവാൻ എന്നെ വചനത്തിന്റെ സാക്ഷിയാക്കണമേ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പക്ഷെ നമ്മൾ പറഞ്ഞ പോലെ മത്തായി സുവിശേഷം നമ്മൾ വായിച്ചില്ലേ, അതായത് തന്നെ താഴ്ത്തുക, അതാണ് വിജയത്തിൻ്റെ ഒന്നാമത്തെ വഴി. അതാണ് പത്രോസ് തിരഞ്ഞെടുത്തത്. തൻ്റെ ഇല്ലായ്മ ആരുടെ മുമ്പിലും പരസ്യമായി പറയുന്നതിന് യാതൊരു ഇൻഹിബിഷൻസുമില്ല, ഒരു പ്രശ്നമില്ല. അപ്പോഴും ദൈവത്തെ ഏറ്റു പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ പ്രാർത്ഥനയിൽ സ്ഥിരതയായി നിൽക്കുകയാണ്. രണ്ടാമത്തെ വഴിയെന്ന് പറയുന്നത് ഈ മനുഷ്യന്മാരെ നമ്മളെ താഴ്ത്തും. മനുഷ്യന്മാരിലെ ചുറ്റുവട്ടങ്ങളിലുള്ള ബന്ധുക്കൾ, സ്വന്തപ്പെട്ടവർ, സഹോദരങ്ങൾ, നമ്മൾക്കൊരു ഇടറ് വരുമ്പോൾ നമ്മളെ താഴ്ത്തും. അതിൻ്റെ ഏറ്റവും വലിയ ബലിയാടാണ് ഈശോ. മനുഷ്യന്മാർ തരം കിട്ടിയപ്പോൾ മുതലെടുത്ത് എന്തുമാത്രം വിഷമിപ്പിച്ചു. അത് ഈശോയ്ക്ക് നല്ല ശരിക്കും അറിയാമായിരുന്നു. ഈശോയ്ക്ക് 800 വർഷം മുമ്പ് ഐസയ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ഐസയ 53-ന്റെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ മനുഷ്യരാൽ നിന്ദിക്കപ്പെടാനും അവഗണിക്കപ്പെടാനും ഇടയായ സംഭവങ്ങളാണ് ഐസയ ഈശോനെക്കുറിച്ച്. അപ്പോൾ മനുഷ്യരൊരു ഏജൻറ്റാണ്. നമ്മൾ തന്നെ നമ്മളെ താഴ്ത്തും. പിന്നെ താഴ്ത്താനുള്ളത് ആരാണ്? മനുഷ്യന്മാർ. ദ എൻ്റയർ കമ്മ്യൂണിറ്റി,
സമൂഹം, പൊതുജനം നമ്മളെ താഴ്ത്തും. കഴിഞ്ഞ കൊല്ലമൊക്കെ ഈ നാളിൽ ഭയങ്കര പത്രപരസ്യങ്ങളും മീഡിയ വേട്ടയാടലും ഒക്കെ ഇരുന്ന് കൃപാസനത്തിന് ആരാണ്ടൊക്കെ പത്രം കഴിച്ചെന്നൊക്കെ പറഞ്ഞു എന്തെല്ലാം പ്രശ്നങ്ങളാണ്. ഇവിടെ സമരം വരെ നടന്നു. അപ്പം ചിലപ്പോൾ മനുഷ്യർ, അപ്പം അന്ന് ഞങ്ങളാരും അതിന് പ്രതികരിക്കാനൊന്നും പോയില്ല. മാതാവിൻ്റെ ഒരു ആധ്യാത്മികതയുണ്ട്. സത്യമല്ലാത്ത കാര്യങ്ങളാണ് പറയണമെങ്കിലും നീതീകരിക്കാൻ പോലും അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയാൻ പോലും ഞങ്ങൾ കൂട്ടാക്കിയില്ല. ഞങ്ങൾ ദൈവത്തിൻ്റെ കൂടെ നിന്ന് പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്തുള്ളൂ. അമ്മ അങ്ങനെയാണ് ചെയ്തത്. അമ്മയുടെ ആധ്യാത്മികതയാണ് ഫോളോ ചെയ്യണത്. അപ്പം ചിലപ്പം മനുഷ്യർ ചെയ്യണതല്ലത്, നമ്മളെ ഉയർത്താൻ വേണ്ടി ദൈവം മനുഷ്യരെ കരുവാക്കും ചിലപ്പോൾ. അതുകൊണ്ടാണ് മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും, അതാണ് ഐസയ്യ 53:3, മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും അവഗണിക്കപ്പെടുകയും ചെയ്തപ്പോൾ അവൻ എന്താ ചെയ്തത്? കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ ഹി വാസ് സൈലൻറ്റ്. സൈലൻസിന് ഭയങ്കരമായ ഒരു സ്ഥാനമാണ് ഈ അപമതിക്കപ്പെടുന്ന കാലങ്ങളിൽ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് നമ്മളെ എളിമപ്പെടുത്താൻ വേണ്ടി ദൈവം നമ്മളോട് പറയുന്നത് തന്നെ പറയും, യു യുവർ സെൽഫ് ഡു ഇറ്റ്. അതൊരു ഹോംവർക്കാണ്. നീ നിന്നെ തന്നെ ആദ്യം എളിമപ്പെടുത്തുക. തന്നെത്താൻ ഉയർത്തുന്നവനല്ലേ താഴ്ത്തുന്നവനല്ലേ ഉയർത്തപ്പെടുക. അപ്പം അതുകൊണ്ട് ദൈവം നിന്നെ ഉയർത്തണതിന് മുമ്പ് നമുക്ക് നമ്മളെ തന്നെ എളിമപ്പെടുത്താനുള്ള സാഹചര്യം ദൈവം തരും. രണ്ടാമത്തത്, ദൈവം മറ്റു മനുഷ്യരെ ഉപയോഗിക്കും നമ്മളെ എളിമപ്പെടുത്താൻ വേണ്ടി. അതുകൊണ്ടാണ് ഐസയ്യ 53:3 എഴുതിയിരിക്കുന്നത്, ഈശോ മനുഷ്യരാൽ അവഗണിക്കപ്പെടുകയും പരിത്യജിക്കപ്പെടുകയും ചെയ്തു, അപമാനിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ അവനെന്ത് ചെയ്തു? ഹി വാസ് സൈലൻറ്റ്. 53:7 എന്താ പറയണത്? അവൻ കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ ശാന്തനായിരുന്നുവെന്നാണ്. ശാന്തതയാണ് എളിമ. ദൈവം എളിമപ്പെടുത്താൻ വേണ്ടി പൊതുസമൂഹത്തെയും നമ്മുടെ കമ്മ്യൂണിറ്റിയെയും ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഉടനെ നമ്മുടെ ഭാഗം നിർവഹിക്കുക. അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി പോകും. നോട്ട് നീഡ്. നമ്മളെ ജസ്റ്റിഫൈ ചെയ്യേണ്ടത് ആരാ? നമ്മളല്ല, ദൈവമാണ്. ദൈവത്തിന് നമ്മളെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി നീ സമയം അനുവദിക്കണം. ദാറ്റ് ഈസ് സൈലൻസ്. അതാണ് സ്പിരിച്വൽ സൈലൻസ്. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഫോളോയിങ് ദ സ്പിരിച്വാലിറ്റി ഓഫ് ദി യോഗ ക്ലാസ്. ഒരു യോഗ ക്ലാസ്സിലുള്ള സൈലൻസ് അല്ല ക്രിസ്ത്യൻ സൈലൻസ്. ക്രിസ്ത്യൻ സൈലൻസ്, വി ആർ ഫോളോയിങ് ദ സ്പിരിച്വാലിറ്റി ഓഫ് ദി മാർക്കറ്റ് പ്ലേസ്. ഫ്രാൻസിസ് അസീസിയുടെ സ്പിരിച്വാലിറ്റിയാണത്. സ്പിരിച്വാലിറ്റി ഓഫ് ദി മാർക്കറ്റ് പ്ലേസ്. ചന്തസ്ഥലത്തെ ആധ്യാത്മികത. ചന്തസ്ഥലത്ത് നിന്ന് എന്തും സംഭവിക്കാം. പൊതുസമൂഹത്തിൽ നിന്ന് എന്തും ചന്തത്തരവും നമുക്ക് സംഭവിക്കും. പക്ഷേ അതിനെ കീപ്പ് ചെയ്യുന്ന ഒരു സൈലൻസ് ഉണ്ട്. അതാണ് സൈലൻസ്. അല്ലാതെ ഇപ്പോൾ ഒരു പുൽപ്പായ എടുത്തിട്ട് നമ്മൾ കണ്ണടച്ച് കയ്യും കുപ്പി ചമ്പറം കുട്ടി ഇരുന്ന് ധ്യാനിക്കുന്ന സൈലൻസ് അല്ലത്. ജീവിത പ്രശ്നങ്ങളോട് പ്രതിരോധിക്കുമ്പോൾ വി ആർ ഫോളോയിങ് ദ മരിയൻ മെത്തേഡ് ഫോർ സ്പിരിച്വാലിറ്റി. അമ്മ അങ്ങനെയായിരുന്നു. അമ്മ ചവിട്ടിക്കൂട്ടപ്പെട്ട കാലത്ത് അമ്മ പെറ്റ് കിടന്നിട്ട് പോലും ഒരു പട്ടിയും തിരിഞ്ഞ് നോക്കിയില്ല. ഇടയന്മാരാണ് വന്നത്. ഒരു പരിചയമില്ലാത്ത ഇത്രയും അപ്പായ്ക്ക് വേണ്ടി ചെയ്തിട്ട് ഈ ചാണാക്കുഴി പെറ്റ് ചോരയും പിടിച്ച് കിടന്നിട്ട് തണുത്ത് വിറച്ച് കിടന്നിട്ട് ഒരു പട്ടിയും തിരിഞ്ഞ് നോക്കിയില്ല. ബട്ട് ഷീ വാസ് സൈലൻറ്റ്. അതാ 2:19 പറയണത്. 2:19 അതാണ് മരിയൻ സ്പിരിച്വാലിറ്റി. ഉടമ്പടി പ്രൊമോട്ട് ചെയ്യുന്നത് ഈ മരിയൻ സ്പിരിച്വാലിറ്റിയാണ്. അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതേക്കുറിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്നു. ശ്രുതികട്ടെ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ശ്രുതികട്ടെ, ഹല്ലേലൂയ, യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പേര് നീന.
ഇതെൻ്റെ ഹസ്ബൻഡാണ് സാബു. ഇതെൻ്റെ അമ്മ ആനീസ്. ഞങ്ങൾക്ക് അമ്മ മാതാവും തിരുക്കുമാരനും എൻ്റെ കുടുംബത്തിനും എനിക്ക് തന്ന വലിയൊരു കൃപ ഇവിടെ എല്ലാവരുടെ മുന്നിൽ പറയുവാനും മാതാവിനോടും തിരുക്കുമാരനോടും ഒരുപാട് നന്ദി പറയുവാനാണ് ഞാൻ ഇന്നേ ദിവസം ഇവിടെ നിൽക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് 2020 അന്ന് മുതൽ ഞാൻ അമ്മയോട് ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മയോട് പ്രാർത്ഥിച്ച എൻ്റെ എല്ലാ കാര്യങ്ങളും അമ്മ എനിക്ക് നടത്തി തന്നിട്ടുണ്ട്. ആ വിശ്വാസം എന്നും എന്നിലുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട സമയത്തും മാതാവിനെ ഞാൻ വിളിച്ച് നന്ദി പറഞ്ഞായിരുന്നു. അതൊക്കെ എനിക്ക് അമ്മ മാതാവ് സാധിച്ചു തന്നു. പല നന്ദികളും ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അതിനോട് ഞാൻ അമ്മ മാതാവിനോടും തിരുക്കുമാരനോടും സോറി പറയാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, ഞങ്ങൾ 2017 എൻ്റെ കല്യാണം കഴിയണേ. അന്ന് മുതൽ ഞങ്ങൾ ഓസ്ട്രേലിയയിലാണ് ജീവിക്കണേ. ഞങ്ങൾ 2 പേരും നഴ്സുമാരാണ്. എല്ലാ 2 വർഷം കൂടുമ്പോഴാണ് ഞങ്ങൾ നാട്ടിൽ വരിക. ആ സമയത്തൊക്കെ ഞങ്ങൾ ചെറുതായിട്ട് ഹെൽത്ത് ചെക്കപ്പുകൾ ചെയ്യും. അവിടത്തേലും എളുപ്പമാണ് ഇവിടെ പല കാര്യങ്ങളും ചെയ്യാൻ. അതുകൊണ്ട് ഞങ്ങളങ്ങനെ ചെയ്യാറുണ്ട്. ഈ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോഴും അത് ഞങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫെബ്രുവരി 20 അതിന് ഒരു ഹോസ്പിറ്റലിൽ പോവുകയും അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്ക് തൈറോയ്ഡ് ഉണ്ട്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കെപ്പോഴും അതൊരു എൻ്റെ മനസ്സിലൊരു വിഷമമുള്ള കാര്യം, വിഷമമല്ല, ഇങ്ങനെ എപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നിക്കുന്ന ഒരു കാര്യമാണ്. തൈറോയിഡിലും മുഴ വരും. മുഴ പലർക്കും ഞാൻ കേട്ടിട്ടുണ്ട്. അതെനിക്ക് വളരെ പേടിയുള്ളൊരു കാര്യമായിരുന്നു. അങ്ങനെ ഈ പ്രാവശ്യം ഞാൻ 20 ഞാൻ സ്കാനിങ്ങിന് പോകുമ്പോൾ ഈ കൊന്ത എൻ്റെ കയ്യിലുണ്ട് എപ്പോഴും. കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ 2023 ഞാൻ അവസാനമായിട്ട് വന്നത്. അന്ന് ഞാനിവിടെ വന്നപ്പോൾ ഈ കൊന്ത ഞാൻ മേടിച്ചായിരുന്നു. അന്ന് മുതൽ ഈ അമ്മ മാതാവിൻ്റെ കൊന്ത എൻ്റെ കയ്യിലുണ്ടായിരുന്നുണ്ട്. അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാ അമ്മ മാതാവ് സാധിച്ചിട്ടുണ്ട്. ഈ കൊന്ത ഞാൻ അന്നും കൊണ്ടുപോയായിരുന്നു. എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഈ കൊന്ത. ഇങ്ങനെ ഞാൻ മുറുക്കി പിടിച്ചാണ് സ്കാനിങ്ങിന് അവിടെ പോയതും. ഞാൻ അവിടെ കിടക്കുമ്പോൾ ഞാനിങ്ങനെ ഡോക്ടർ ഇങ്ങനെ സ്കാൻ ചെയ്യുമ്പോൾ മുഴയുണ്ട്, അതിന് ഇത്ര സെൻറ്റിമീറ്ററാണ്, ഇന്ന ക്യാരക്ടറൊക്കെ ഉണ്ടെന്ന് പറയണത് ഞാൻ കേട്ടു. ഞാനൊരു നേഴ്സായിരുന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. എനിക്ക് അപ്പം തന്നെ അമ്മ മാതാവേ എനിക്ക് മുഴയുണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ അപ്പോൾ ഹസ്ബൻഡ് എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡ് പുറത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു സ്കാനൊക്കെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പേടിക്കേണ്ട, ഒരു മുഴയുണ്ടെന്ന് ഞാൻ കേട്ടു, അത്രമാത്രം ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പേടി കൂടി. പക്ഷെ മാതാവിനെ ഞാൻ മുറുക്കി പിടിച്ച് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ തന്നെ ഞാൻ ഗൂഗിളിൽ ചുമ്മാ ആ ഡോക്ടർ പറഞ്ഞ ഓരോ വേർഡ് ഞാൻ അടിച്ചു കൊടുത്തപ്പോൾ ഒക്കെ അതിൻ്റെ ക്യാരക്ടർ ചെക്ക് ചെയ്യുമ്പോൾ ഒക്കെ അത് കാണിക്കുന്നത് ക്യാൻസറിൻ്റെ സാധ്യത എന്നാണ്. എനിക്ക് ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞില്ല അത്. പക്ഷെ എന്നാലും എൻ്റെ മനസ്സിൽ അത് അങ്ങനെ ഭയങ്കര ഭയം വന്നു. അപ്പം തന്നെ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് നാളെ തന്നെ ഒന്ന് കൃപാസനത്തിൽ പോകണം. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു അത് കുഴപ്പമില്ല നമുക്ക് പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്കും ആണെങ്കിലും ഞങ്ങളും അസ്വസ്ഥതായി, ഇങ്ങനെ ഒരു മൊഴിയുണ്ട്, എന്താവുമെന്ന്. അപ്പോൾ റിസൾട്ട് എപ്പോഴും കിട്ടാമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു 2:30 റിസൾട്ട് കിട്ടാമെന്ന് പറഞ്ഞു. അപ്പോൾ 2:30 ഡോക്ടർ വിളിപ്പിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു റിസൾട്ട് വന്നിട്ടുണ്ട്, അതിലൊരു മുഴയുണ്ട്. അപ്പോൾ ഞാൻ ഫിസീഷ്യനാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ സർജനെ പോയി കാണാൻ പറഞ്ഞു. അപ്പോൾ സർജനും പറഞ്ഞു ഈ മുഴയുണ്ട്, മുഴയുടെ ഇതുകൾ കണ്ടിട്ട് ക്യാൻസറിന് സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ FNAC എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അതൊരു നീഡിൽ നമ്മുടെ ആ മുഴയിൽ കുത്തിയെടുത്ത് പരിശോധിക്കുന്നതായിരുന്നു. അത് ചെയ്യണമെന്ന് പറഞ്ഞു. അന്ന് തന്നെ ഞങ്ങളത് ചെയ്യുകയും സാമ്പിൾ കൊടുക്കുകയും ചെയ്തു. പിറ്റേ ദിവസം ഞങ്ങളിവിടെ വന്നു. ഞങ്ങൾക്കറിയില്ല ഉടമ്പടി എടുക്കാൻ പറ്റുമോ, എന്തായിരിക്കും ഞങ്ങളുടെ അവസ്ഥകൾ എന്നറിയില്ല. പക്ഷെ എന്നാലും ഞങ്ങൾ കുറച്ച് വിശ്വാസത്തോടുകൂടി ഇവിടെ വരികയും ഞങ്ങളിവിടെ ഒരു 10:30 ആയപ്പോഴേക്ക് എത്തി. നേരെ പോയി ടോക്കൺ എടുത്തു. 2 മണിക്ക് ക്ലാസ് എന്ന് പറഞ്ഞു. ഞങ്ങളിവിടെ വന്നു. ഇവിടെ വന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാനും ഞാൻ കരഞ്ഞൊക്കെ പ്രാർത്ഥിച്ചു. അമ്മ മാതാവേ എന്നെ കൈവിടല്ല മാതാവേ, എവിടെ നോക്കുമ്പോഴും എനിക്കിത് ക്യാൻസറിൻ്റെ സാധ്യത കൂടിക്കൊണ്ടിരിക്കുകയാണ്, എന്നെ കൈവിടല്ല മാതാവേ എന്ന് ഞാൻ കരഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഇവിടെ നോക്കിയപ്പോൾ കുമ്പസാരിക്കാൻ നല്ലൊരു അവസരമായിരുന്നു. ഞങ്ങൾക്ക് 2 മണി വരെ ഒരു സമയം ഉണ്ടായിരുന്നു. ഇവിടെ ക്യൂവിൽ നിന്ന് കുമ്പസാരിച്ച് ഒരുങ്ങി ഞങ്ങൾ ക്ലാസ് കൂടാനായിട്ട് 2 മണിക്ക് പോയി. അവിടെ പോയി ഞങ്ങൾ ഫ്രണ്ടിലിരുന്ന് എല്ലാം അച്ഛൻ പറഞ്ഞ് ഞങ്ങൾ കേട്ട് ഉൾക്കൊണ്ടു. എന്താണ് ഉടമ്പടി, എങ്ങനെയാണത് ചെയ്യേണ്ടത്, എങ്ങനെയാണെന്നൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ച് കേട്ടു. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് നല്ലൊരു ധൈര്യം കിട്ടിയെന്ന് ഞങ്ങൾ പരസ്പരം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ആ ധൈര്യം വെച്ച് ഞങ്ങൾ മുന്നോട്ട് പോയി അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു. എന്തായാലും ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ, നമുക്ക് യാതൊരുവിധ കുഴപ്പങ്ങളും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ FNACയുടെ റിസൾട്ട് വന്നു. അതിൽ പാപ്പലറി
തൈറോയ്ഡ് കാർസിനോമ ബെത്സേദ കാറ്റഗറി 5 എന്ന് എനിക്ക് വന്നു. അത് കേട്ടപ്പോൾ ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു. എല്ലാ ഡോക്ടർമാരും പറഞ്ഞു ഇത് സാധ്യത കൂടുതലാണ്, 90% മേളിൽ ഇത് ക്യാൻസറിന് സാധ്യതയാണ്. നിങ്ങൾ നേഴ്സുമാരാണല്ലോ, നിങ്ങളോട് ഞങ്ങൾ പ്രത്യേകം പറയണ്ടല്ലോ. ഞാൻ ആകെ തളർന്നു പോയി. എനിക്ക് ആകെ 5 വയസ്സുള്ളൊരു മോളാണ്. എനിക്ക് 30 വയസ്സേ ഉള്ളൂ. എൻ്റെ മോൾക്ക് 5 വയസ്സും കൂടി കഴിഞ്ഞാൽ 10 വയസ്സുള്ളൂ. ചിലപ്പോൾ എൻ്റെ അതിൽ ഗൂഗിളിലൊക്കെ അടിച്ച് നോക്കുമ്പോൾ ഇങ്ങനെയുള്ളവർക്ക് 5 വർഷം 10 വർഷമൊക്കെ സാധ്യത ജീവിക്കാൻ, അങ്ങനെയൊക്കെ ഞാൻ കണ്ടു. അപ്പം ഞാൻ ആകെ തളർന്നു പോയി. എൻ്റെ മോളെ ഞാൻ ഓർത്ത നേരത്ത് ആകെ തളർന്ന് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു അമ്മ മാതാവിനോട്. എൻ്റെ കുടുംബം മൊത്തം പ്രാർത്ഥിച്ചു. കാണുന്ന ഡോക്ടർമാരെല്ലാവരും പറഞ്ഞു ഇത് ക്യാൻസറിന് തന്നെയാണ് സാധ്യത, അങ്ങനെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം, അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും എന്നുള്ളതിൽ മുന്നോട്ട് പോകാൻ പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഉടമ്പടി തൈലം പൂശി ഞങ്ങൾ പ്രാർത്ഥിച്ചു, കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു, ഉപ്പ് കഴിച്ചും വിശ്വാസ പ്രമാണം ചൊല്ലിയും ഞങ്ങൾ മുന്നോട്ട് പോയി. ഓരോ ദിവസവും ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ, വിശ്വാസം വർദ്ധിക്കാനും ധൈര്യം വരുത്താനുള്ള രീതിയിൽ അമ്മ മാതാവ് ഞങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു. അങ്ങനെ ഞാൻ ഓരോ പത്രം കൊടുക്കുമ്പോഴാണെങ്കിലും വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു മുന്നോട്ട് പോയി. എനിക്കൊരു നല്ലൊരു ഡോക്ടറിനെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് നല്ലൊരു ഓൺകോളജി സർജനെ കാണിച്ചു തരികയും അവിടെ പോവുകയും ഡോക്ടർ പറഞ്ഞു നമുക്ക് ഇത് ഫുള്ളായിട്ട് എടുത്ത് കളയണം, എന്നിട്ട് അതിൻ്റെ ബയോപ്സിക്ക് വിടണം. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് നേഴ്സാണ്. ആളിങ്ങനെ ചോദിച്ചു ഇത് ഏതെങ്കിലും രീതിയിൽ ക്യാൻസർ അല്ലാണ്ടിരിക്കാൻ കേൾക്കാൻ പറ്റുമോ ഡോക്ടറെ എന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ഇത് തന്നെയാണ്, നമുക്കിങ്ങനെ തന്നെ മുന്നോട്ട് പോവാം. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമങ്ങളായിരുന്നു. അങ്ങനെ ഞങ്ങൾ മാർച്ച് 6-ാം തീയതി ഓപ്പറേഷന് ഡേറ്റ് എടുക്കുകയും എൻ്റെ ഫുള്ള് തൈറോയ്ഡ് എടുത്ത് റിമൂവ് ചെയ്യുകയും ചെയ്തു. അതിനെ തുടർന്ന് അത് ബയോപ്സിക്ക് വിട്ടു. അപ്പോഴൊക്കെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ കൂടെ വരണമേ, എന്നെ കാത്തുകൊള്ളണേ. ഞാൻ ഓപ്പറേഷന് പോയപ്പോഴും തൈലം പൂശിയും ഉപ്പ് കഴിച്ചും എന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാനത് കഴിച്ചു. എൻ്റെ കുടുംബം മൊത്തം എനിക്കൊപ്പം പ്രാർത്ഥിച്ചു. അവിടെ ചെന്നപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ മാതാവേ ഞാൻ ഇവിടെ ഓപ്പറേഷനിൽ ടേബിളിൽ കിടക്കാണ്, എനിക്ക് പേടിയൊന്നുമില്ല, പക്ഷെ എൻ്റെ അമ്മ മാതാവ് എൻ്റെ കൂടെ വരണം, എൻ്റെ ഓപ്പറേഷനിൽ എൻ്റെ കൂടെ നിന്ന് ഓപ്പറേഷൻ ചെയ്യണം, എൻ്റെ ബയോപ്സിയുടെ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി സാമ്പിൾ വിടണം, അമ്മ എനിക്ക് വേണ്ടി അത് നോക്കി തരണം, അമ്മ എനിക്ക് റിപ്പോർട്ട് എഴുതണം, വേറെ ഒരാളും അത് നോക്കി കഴിഞ്ഞാൽ അത് ക്യാൻസറാന്ന് വരുള്ളൂ. ഡോക്ടർമാരെല്ലാവരും ക്യാൻസറാന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് അമ്മ മാതാവ് എനിക്ക് മാറ്റിത്തരണം, ആ വിശ്വാസം എൻ്റെ ജീവിതത്തിൽ എന്നും തുടരാൻ അമ്മ മാതാവ് എനിക്ക് സൗഖ്യം തന്ന് എന്നെ കാത്തുകൊള്ളണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് 2 ദിവസം ഓപ്പറേഷൻ നന്നായി കഴിഞ്ഞു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഡിസ്ചാർജ് കിട്ടി. എന്നെ അവിടെ ചെന്നപ്പോഴാണെങ്കിൽ എന്നെ നോക്കിയ നേഴ്സുമാരാണെങ്കിലും ഞാൻ ഉടമ്പടി തൈലും ഉപ്പും കാശുരൂപവും എല്ലാം കൊണ്ട് ഞാൻ പോയത്, ഉടമ്പടി പത്രമൊക്കെ കൊണ്ടാണ് പോയത്. അവരൊക്കെ എന്നോട് പറയും കൃപാസനത്തിൽ പോയിട്ടില്ലേ ചേച്ചി പേടിക്കേണ്ട, ഞങ്ങളും അവിടെ പ്രാർത്ഥിക്കേണ്ട, കുഴപ്പമില്ല. എന്നെ തിയേറ്ററിൽ കൊണ്ടുപോയൊരു നേഴ്സും എൻ്റെ അവിടെ ഇരിക്കണ കണ്ടിട്ട് എന്നോട് പറഞ്ഞു കൃപാസനത്തിൽ പോകാറുണ്ടല്ലേ അമ്മ മാതാവ്, എൻ്റെ മുഖം കണ്ടിട്ട് പറഞ്ഞു പേടിക്കേണ്ട, ഒരു കുഴപ്പമുണ്ടാവില്ല, അമ്മ മാതാവ് കാക്കും. അങ്ങനെ ഓരോരുത്തരും ഞാൻ കാണുന്നവർ എന്നോട് ഇങ്ങനെ പറയുകയൊക്കെ ചെയ്തപ്പോൾ എനിക്കത് വളരെ ഒരു ആശ്വാസമായി. അങ്ങനെ ഞാൻ ഡിസ്ചാർജായി 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കപ്പോൾ ഡിസ്ചാർജ് സമ്മറി കിട്ടിയപ്പോഴും ഡോക്ടർ അതിൽ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞ് എഴുതിയാണ് ഭാഗമുണ്ട്. അതിൽ പാപ്പലറി തൈറോയ്ഡ് കാർസിനോമ എന്ന് എഴുതിയേക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ ഈ ഡോക്ടർമാർക്ക് പോലും ഒരു സംശയം ഇല്ലാണ്ടാണല്ലോ അതിൽ എഴുതിയേക്കണം, എൻ്റെ ബയോപ്സിയുടെ റിസൾട്ട് പോലും വന്നിട്ടില്ലല്ലോ, അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു എല്ലാ ദിവസവും. എനിക്ക് പറ്റുന്ന രീതിയിൽ എൻ്റെ മുന്നിൽ വരുന്നവരെ ഞാൻ സഹായിച്ചും പ്രാർത്ഥിച്ചൊക്കെ ചെയ്തു മുന്നോട്ട് പോയി. ഉടമ്പടി തൈലം അന്ന് തുടങ്ങി ഇന്ന് വരെ ഞാൻ എൻ്റെ നെറ്റിയിലും കഴുത്തിലും ഞങ്ങൾ ഒരുമിച്ച് മുട്ടിപ്പായി നിന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ എൻ്റെ സ്റ്റിച്ച് എടുക്കാനും ബയോപ്സിയുടെ റിസൾട്ട് എടുക്കാനും ആയിട്ട് ഡിസ്കസ് ചെയ്യാനുമായിട്ട് 15-ാം തീയതി മാർച്ച് സാറ്റർഡേ 2 ദിവസം മുന്നേ എന്നോട് വരാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ ഉറച്ച് വിശ്വസിച്ചു അത് മാതാവിൻ്റെ ദിവസമാണ്, അമ്മ മാതാവ് എന്നെ കൈവിടില്ല എന്ന് എനിക്ക് ഉറച്ചൊരു വിശ്വാസം മാതാവ് എനിക്ക് തന്നു. അങ്ങനെ ഇരിക്കുന്ന ദിവസം കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ പിന്നെയും എൻ്റെ ഡിസ്ചാർജ് സമ്മറി എൻ്റെ കയ്യിൽ കിട്ടാനൊരു സാഹചര്യം ഉണ്ടായി. ഡോക്ടർ മെസ്സേജ് അയച്ചു, ഇപ്പോൾ കഴിക്കണം മരുന്നുകളുടെ ഡീറ്റെയിൽസിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അയച്ചു തരാൻ പറഞ്ഞു. വാട്സപ്പിൽ മെസ്സേജ് വന്നു. അപ്പോൾ പിന്നെയും ഞാൻ എടുത്ത് അത് ഫോട്ടോ, അപ്പോഴും ഞാൻ കണ്ടു നീന ജോയി 30 വയസ്സ്, ഡയഗ്നോസിസ് പാപ്പുലറി തൈറോയ്ഡ് കാർസിനോമ എന്ന്. അപ്പോൾ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കണ സമയത്ത് ഞാൻ വിചാരിച്ചു വിഷമിക്കേണ്ട, കൃപാസനത്തിൽ എന്തെങ്കിലും കാണാം എന്ന് വിചാരിച്ചു.
അപ്പം തന്നെ ഞാൻ തുറന്നപ്പോൾ ഇവിടുത്തെ ഉടമ്പടി ധ്യാനമാണ്, അന്ന് ഞാൻ മറന്നു പോയിരുന്നെന്ന് ഇവിടെ ഉടമ്പടി ധ്യാനം ഉണ്ടല്ലോ എന്ന്. അതെടുത്തപ്പോൾ അച്ഛൻ എടുത്ത വഴി ഞാൻ കേൾക്കണത് FNACക്ക് വിട്ട നെഗറ്റീവായ തൈറോയിഡിന് തന്നെ FNACക്ക് വിട്ട ഒരു മോളുടെ റിസൾട്ട്, ബയോപ്സിയുടെ റിസൾട്ട് വന്നപ്പോൾ അത് നെഗറ്റീവായി എന്നാണ് കണ്ടത്. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര ഒരു വിശ്വാസമായി. അമ്മ മാതാവേ, ഞാനും ഈ സെയിം സ്റ്റേജിൽ കൂടെയാണ് കടന്നു പോണേ. FNACയിൽ അവർ സസ്പീഷ്യസ് തൈറോയ്ഡ് ക്യാൻസർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ബയോപ്സിക്ക് വെയിറ്റ് ചെയ്തിരിക്കുക. അമ്മ മാതാവ് എന്നെ കാക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ ആ ഉടമ്പടി ധ്യാനം ഒത്തിരുന്ന് കാണുകയും എനിക്ക് ഭയങ്കര വിശ്വാസമാവുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ സ്റ്റിച്ച് എടുക്കാനും ബയോപ്സിയുടെ റിസൾട്ടിൻ്റെയും ദിവസമായി. അപ്പോൾ തലേ ദിവസം ഞങ്ങൾ വിളിച്ചു ചോദിച്ചു, റിസൾട്ട് റെഡിയായോ, ഞങ്ങൾ വന്നോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു റിസൾട്ട് ആയിട്ടില്ല, പക്ഷെ നിങ്ങളെന്തായാലും വായോ, അല്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് എടുക്കാൻ വേറൊരു ദിവസം നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെന്തായാലും ഉറപ്പിച്ചു. ഞങ്ങളെന്തായാലും ശനിയാഴ്ച 11:30 15 മാർച്ചിന് ഞങ്ങൾ ചെല്ലാം. മാതാവിനോട് എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ പോയി. കുർബാന കൂടി അന്ന് രാവിലെ. അതിനുശേഷം ഞങ്ങളെല്ലാവരും കാറിലിരുന്ന് മുട്ടിപ്പായിട്ട് കൊന്തകൾ ചെല്ലുകയും പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രാർത്ഥന 7 തവണ ചെല്ലുകയും ചെയ്തു. ഡോക്ടറിനെ കാണുന്നതിന് മുന്നായിട്ട് എൻ്റെ ഭർത്താവിൻ്റെയും നെറ്റിയിൽ ഞങ്ങൾ ഉടമ്പടി തൈലം പൂശുകയും ഉപ്പ് കഴിക്കുകയും വിശ്വാസപ്രമാണം ചൊല്ലി ഞങ്ങൾ റൂമിലോട്ട് കയറി. അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ, റിസൾട്ട് അമ്മ എന്നോട് പറയണേ, ഡോക്ടറാണ് അവിടെ ഇരിക്കണമെങ്കിലും അമ്മ എന്നോട് സംസാരിക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ആകെ ഞാൻ പേടിച്ച് വിറച്ച് ഞാൻ അവിടെ ഇരുന്നത്. അപ്പോൾ ഡോക്ടർ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് എൻ്റെ സ്റ്റിച്ചൊക്കെ എടുത്തിട്ട് പറഞ്ഞു റിസൾട്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വെച്ചതേ മിഞ്ഞു എന്നെ പരീക്ഷിക്കുകയാണ്, എനിക്ക് ടെൻഷൻ അടിച്ച് ഞാൻ മുന്നോട്ട് പോകാൻ അമ്മ മാതാവേ എന്നെ കൈവിടല്ലേ എന്ന് ഞാൻ ഒരു നിമിഷം ഓർത്ത് പോയി. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു റിസൾട്ട് ഒഫീഷ്യൽ വന്നിട്ടില്ല എന്നുള്ളൂ. ഞാൻ അവരായിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത ഈ ബയോപ്സിയുടെ ഇതിൽ ഒരു മാലിഗ്നൻസിയോ ഒരു ക്യാൻസറിൻ്റേതായ ഒരു സെല്ല് പോലും ഇല്ല എന്ന് അവർ പറഞ്ഞു. അവരെൻ്റെ ആ റിസൾട്ട് കണ്ട് ആശ്ചര്യപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ ചെയ്ത ആ ബയോപ്സി റിസൾട്ട് ഞങ്ങളുടെ സീനിയർ ഡോക്ടേഴ്സായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒഫീഷ്യലായിട്ട് റിസൾട്ട് ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഉറപ്പായി ഇനി ഒഫീഷ്യൽ റിസൾട്ട് എന്തായാലും അത് നെഗറ്റീവായിരിക്കും. എൻ്റെ അമ്മ മാതാവ് ഇത്ര വലിയൊരു അനുഗ്രഹം എനിക്ക് തന്നിട്ട് ഇനി ഒരു മാറ്റം ഉണ്ടാവില്ല, ഞങ്ങൾ ഉറപ്പിച്ച് വിശ്വസിച്ചു. ഞങ്ങൾ റിസൾട്ട് മേടിക്കണതിൻ്റെ തലേ ദിവസം എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് ഇച്ചിരി ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് നമുക്ക് പോവാം, എന്നിട്ട് നമുക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാവുന്ന രീതിയിൽ നമുക്ക് വീട്ടിൽ നിന്ന് വരാം. ഞങ്ങളുടെ വീട് ചാലക്കുടിയാണ്. അപ്പോൾ ഞങ്ങളെല്ലാം ബാഗും ഒക്കെ ഇച്ചിരി എക്സ്ട്രാ പാക്ക് ഒക്കെ ചെയ്ത് ഞങ്ങൾ പോന്നു. ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു എൻ്റെ മാതാവ് കൈവിടൂല എന്ന്. അങ്ങനെ അവിടെ റിസൾട്ട് പറഞ്ഞപ്പോൾ എനിക്ക് നെഗറ്റീവ് ആവുകയും കൈയോടെ ഞങ്ങളിവിടെ വന്നു. അപ്പോൾ വണ്ടിയിൽ നിന്ന് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു അമ്മ മാതാവ് നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ള റിസൾട്ട് ഇവിടെ വെച്ച് എനിക്ക് തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന്. ഞങ്ങളിവിടെ വണ്ടി ഇട്ട് ഞങ്ങൾ തിരിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് മെസ്സേജ് വന്നു, വാട്സപ്പിലോട്ട് മെസ്സേജ് വന്നു ഒഫീഷ്യൽ റിസൾട്ട് റെഡി ആയിട്ടുണ്ടെന്ന്. അപ്പം ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് അമ്മയുടെ മുന്നിൽ നിന്നിട്ട് നമുക്കത് റിസൾട്ട് തുറക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളിവിടെ വന്നപ്പോൾ കുർബാനയുടെ നേരമായിരുന്നു, വൈകുന്നേരമായിരുന്നു, 6 മണിയോ ആ നേരമായിരുന്നു. ഇവിടെ വന്നു ഞങ്ങൾ കുർബാന ഫുള്ള് ഇവിടെ നിന്ന് കൂടിയിട്ട് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചൊന്നുമില്ല. പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ മാതാവ് എനിക്കത് നടത്തി തരുമെന്ന് ഞാൻ എനിക്കൊരു ഡൗട്ടും ഉണ്ടായിരുന്നില്ല. ഞങ്ങളിവിടെ നിന്ന് മാതാവിൻ്റെ മുന്നിൽ നിന്ന് റിസൾട്ട് തുറന്നു. അതിൽ നെഗറ്റീവായിട്ട് യാതൊരുവിധ ക്യാൻസറിൻ്റേതായ ഒന്നുമില്ലാണ്ട് അമ്മ മാതാവ് ഞങ്ങൾക്ക് ആ റിസൾട്ട് ഇവിടെ വെച്ച് തുറക്കാനും വലിയൊരു അനുഗ്രഹം അമ്മ മാതാവും തിരുക്കുമാരനും കൂടി ഞങ്ങൾക്ക് തന്നു. ഈ ഒരു അനുഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും ഓർക്കുന്നു. എന്നും നന്ദിയോടുകൂടെ മാതാവിനെ ഞങ്ങൾ ഓർത്ത് നന്ദി പറയുന്നു. ഈ കാശുരൂപവും ഈ കൊന്തയും ഉപ്പും തൈലവും എന്നും എൻ്റെ കൂടെ ഉണ്ടാവുമെന്നും എനിക്ക് ഉറപ്പാണ്. ഞാനത് ചെയ്യുമെന്ന് ഞാൻ മുന്നോട്ട് പോകുന്നു. ഞാൻ അമ്മയോട് ഞാൻ പറയുന്നു. പിന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തി ഉടമ്പടി എടുത്തതിന് ശേഷം കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞങ്ങളുടെ അവിടെ ഒരു അമ്മ മഠം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ആവശ്യരായ ആരുമില്ലാത്ത കുറേ അമ്മമാരുണ്ട്. അവരൊക്കെ വിസിറ്റ് ചെയ്യുകയും അവരോട് കൂടി ഇരിക്കുകയും അവർക്ക് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യാനും ഞങ്ങൾ സഹായിച്ചു. പിന്നെ സെറിബ്രൽ പാലസി എന്ന് പറഞ്ഞ രോഗമായിട്ടുള്ള കുഞ്ഞുമക്കളുടെ ഒരു സ്ഥലമുണ്ട്. അവിടെ പോവുകയും അവിടെ സന്ദർശിക്കുകയും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. എൻ്റെ മുന്നിൽ ഉടമ്പടിക്ക് ശേഷം ആരൊക്കെ എന്തൊക്കെ സഹായത്തിന് വന്നു അവർക്കൊക്കെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ സഹായിക്കുകയും ചെയ്തു. പ്രേക്ഷിത വേലയായിട്ട് ഞാൻ ഉടമ്പടി പത്രം എല്ലാവർക്കും കൊടുത്തു, വിശ്വാസ പ്രമാണം ചൊല്ലിയും. എനിക്ക് ചില സമയത്തൊക്കെ
ഇച്ചിരി മടിയൊക്കെ ഉണ്ടാവാറുണ്ട് ഈ ഉടമ്പടി പത്രമൊക്കെ കൊടുക്കാൻ. പക്ഷെ എന്നാലും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ചെറിയ പിള്ളേർക്കൊക്കെ ഞാൻ കൊടുത്തു. ഞാനൊരു ചായക്കടയിലൊക്കെ ഇറങ്ങി നിന്ന് അവർക്കൊക്കെ അവർ പിള്ളേർ ചെറിയ പിള്ളേരൊക്കെയാണ്, ബൈക്കിലൊക്കെ വന്ന് അവിടെയൊക്കെ ഞാൻ നിന്ന് എനിക്കൊരു നാണമൊന്നും തോന്നിയില്ല, അവർക്കൊക്കെ കൊടുത്തു. അങ്ങനെയൊക്കെ ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്യാൻ ശ്രമിച്ചു. തുടർന്നാണെങ്കിലും എനിക്ക് പറ്റുന്ന എല്ലാ രീതിയിലും ഞാൻ മുന്നോട്ട് ചെയ്യുന്നതെന്ന് ഞാൻ അമ്മ മാതാവിന് വാക്ക് നൽകുന്നു. കാരുണ്യ പ്രവൃത്തികളിൽ പറയാനായിട്ട് 1-2 കാര്യം വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഡയാലിസിസ് രോഗികൾക്ക് ഞങ്ങൾ പ്രത്യേകമായിട്ട് കുറച്ച് സാമ്പത്തിക സഹായങ്ങൾ ചെയ്തിരുന്നു. പിന്നെ ഒരു കാര്യം, അത് നമ്മൾ ഈ മരിച്ചവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു അത് കുറച്ചും കൂടെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ജോലി തിരക്കാണ്, ഇപ്പോൾ നമുക്കിപ്പോൾ അതിൻ്റെ ഒരു ബ്രേക്കിൻ്റെ സമയമാണ്. നമുക്ക് പുറത്ത് പോയിട്ട് ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മളൊരു കൊന്ത എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് അവർക്കും കരുണ ആവശ്യമുണ്ട്. അപ്പോൾ അതും ഒരു കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങളെന്നും ചെയ്തിരുന്നു. ചില പ്രത്യേക പ്രാർത്ഥനകൾ ഞങ്ങൾ ചെയ്തിരുന്നു. പിന്നെ ഞങ്ങൾ ഏകദേശം ഇത് ക്യാൻസർ ആവുകയാണെങ്കിൽ വലിയൊരു തുക ഇതിൻ്റെ ചികിത്സയ്ക്കായിട്ട് നമുക്ക് ആ ഹോസ്പിറ്റലിൽ വരുമായിരുന്നു. അപ്പോൾ ഇത് ക്യാൻസർ അല്ല എന്നുണ്ടെങ്കിൽ ആ തുക നമ്മൾ ക്യാൻസർ രോഗികളുടെ ചികിത്സയ്ക്കായിട്ട് ആ തുക നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതും ഒരു കാരുണ്യ പ്രവൃത്തി. ഈ പ്രവൃത്തികളൊക്കെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേനും നമുക്ക് പോസിറ്റീവായി എന്തെങ്കിലും നമുക്ക് കിട്ടുമായിരുന്നു. പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം, ഞങ്ങൾ അടുത്ത് കൂടപ്പുഴ അനുഗ്രഹ സദൻ എന്ന് പറഞ്ഞിട്ട് സെറിബ്രൽ പാൾസി വെച്ച ഒരു കുട്ടികളുടെ അവിടെ നമ്മൾ പോയപ്പോൾ അവിടെ സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഈ കൃപാസനം തുടങ്ങിയ പിന്നെ എല്ലാ ആഴ്ചയും മിക്ക ദിവസവും തന്നെ ഏതെങ്കിലും ഒരാൾ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും സഹായിക്കാനായിട്ട് ഞങ്ങൾക്ക് വരാറുണ്ട്. അത് വലിയൊരു അനുഗ്രഹമാണ് കൃപാസനത്തിൽ എന്നുള്ളത്. അപ്പോഴാണ് ഞാൻ അവരോട് പറഞ്ഞത് ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ അവർ പറഞ്ഞു, അപ്പോൾ ഒരു കൃപാസനം അതൊരു മിഷൻ പ്രവർത്തനമായിട്ട് ആൾക്കാരുടെ ജീവിതത്തിൽ അത്രയധികം മാറ്റങ്ങളും വരുത്തുന്നുണ്ടെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. അതേപോലെ തന്നെ എൻ്റെ ഒരു കുടുംബത്തിൽ തന്നെ എൻ്റെ ഒരു ബന്ധു പ്രാർത്ഥിച്ച് നോക്കുന്ന ഒരാൾ ഞാൻ ഈ മിഷൻ പ്രവർത്തനം നടത്തി തിരിച്ചു വരണമെന്ന് വിളിച്ചിട്ട് പറഞ്ഞു, നിന്നെപ്പറ്റി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു അനുഗ്രഹം പ്രകാശം തോന്നുന്നുണ്ടല്ലോ, നീ ഇപ്പോൾ എവിടെ നിന്ന് വരണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ പോയിട്ട് ഇങ്ങനെ സെറിബ്രൽ പാൾസി വായിച്ച കുട്ടികളുടെ അടുത്ത് നിന്ന് വരുന്നത്. അപ്പോൾ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്, നമ്മളൊരു കരുണപ്രവൃത്തി നടത്തുമ്പോൾ മാതാവ് ചിരിച്ച് സന്തോഷിക്കുന്നുണ്ട്, വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. അത് നമുക്ക് കൃത്യമായിട്ടത് നമുക്ക് മനസ്സിലാവും. ഒരു കാരുണ്യ പ്രവൃത്തികളിൽ ഇങ്ങനെ ഉടമ്പടിയുടെ ഒരു സാക്ഷ്യം ഇത്ര പെട്ടെന്ന് വളരെ പെട്ടെന്ന് മാതാവ് ഇടപെടും. ഒരു ദിവസം പോലും നമ്മൾ ഒരു കാരുണ്യ പ്രവൃത്തി ചെയ്യാനായിട്ട് മടിക്കരുത്. അത് ഇപ്പോൾ നമുക്ക് ശാരീരികമായിട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പ്രാർത്ഥനയിലൂടെ ഓർക്കാം. നമുക്ക് ഒരാൾ ഉടമ്പടിയിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ 2 പേര് ഉടമ്പടിയോട് ഇച്ചിരി ഒരു മാറി നിന്ന ഒരു സമീപനം ഉണ്ടായിരുന്നു, സംശയമുള്ളവരായിരുന്നു. അവർ 2 പേരെ കൊണ്ട് നമ്മൾ ഉടമ്പടി ഇടിച്ചു. അതും ഒരു മിഷൻ പ്രവർത്തനമാണ്. മിഷൻ പ്രവർത്തനം വളരെയധികം ഊന്നൽ കൊടുക്കണമെന്ന് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഞങ്ങളിവിടെ സാക്ഷ്യപ്പെടുത്താണ്. എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ മാതാവിനോടും ഈശോയോടും പ്രത്യേകം പ്രാർത്ഥിക്കുകയും ഉടമ്പടി എടുക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് എൻ്റെ മോൾക്ക് OET പാസ്സാകാനും ന്യൂസിലാൻഡിൽ പോയി കോഴ്സ് ചെയ്യാനും അവിടുത്തെ രജിസ്ട്രേഷൻ കിട്ടാനും ഓസ്ട്രേലിയയിൽ രജിസ്ട്രേഷൻ കിട്ടാനും അങ്ങനെ ഇപ്പോൾ ഒരു പുതിയ ജോലി അവൾക്ക് റെഡിയാവുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു വീട് കിട്ടാനായിട്ട് ലോൺ പാസ്സാകാനും പ്രത്യേകം പ്രാർത്ഥിച്ചു, അതും സാധിച്ചു. ഇപ്പം എൻ്റെ മോൾക്കൊരു കുഴപ്പമില്ല എന്ന് കേൾക്കാനും ഇടയായി. അതുപോലെ പല കാര്യങ്ങളും ഞങ്ങൾക്ക് അമ്മ മാതാവിനോട് ഈശോയോടും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കിട്ടിയിട്ടുണ്ട്. ഒരുപാട് നന്ദി.